ഹായ് ഗായ്സ്, ഞാനിന്ന് പറയാൻ പോകുന്നത് പ്രകൃതിയും മനുഷ്യനും ദൈവവും ഒന്നാകുന്ന വടക്കൻ മലബാറിലെ ഏറ്റവും വലിയ പുണ്യസങ്കേതമായ കൊട്ടിയൂർ. സാധാരണ ക്ഷേത്രങ്ങളെപ്പോലെ ശ്രീകോവിലോ വലിയ മതിലുകളോ ഇവിടെയില്ല. കല്ലുകളിലെ ഇവിടെ ആരാധന. ഇതുകൊണ്ടാണ് കൊട്ടിയൂർ മാത്രം ഇങ്ങനെ. ദക്ഷയാഗത്തിൻ്റെ കഥ അറിയാം. പണ്ട് ബ്രഹ്മാവിൻ്റെ പുത്രനായ ദക്ഷൻ ഒരു മഹായാഗം നടത്തി. എന്നാൽ തൻ്റെ മകളായ സതീദേവിയുടെ ഭർത്താവ് സാക്ഷാൽ പരമശിവനെ ദക്ഷൻ യോഗത്തിന് ക്ഷണിച്ചില്ല. അപമാനിതയായ സതീദേവി യാഗഗ്നിയിൽ ചാടി ആത്മഹത്യ ചെയ്തു. ഇതറിഞ്ഞ കോപകുലനായ ശിവൻ തൻ്റെ ജട പിഴുത് നിലത്തടിച്ചു. അതിൽ നിന്നു വീരഭദ്രനും ഭദ്രകാളിയും ജനിച്ചു. അവർ ദക്ഷൻ്റെ യാഗശാല തകർക്കുകയും ദക്ഷൻ്റെ തല വെട്ടിയെടുത്ത് യാഗഗ്നിയിൽ എറിയുകയും ചെയ്തു. പിന്നീട് ദേവന്മാർ അപേക്ഷപ്രകാരം ശാന്തനായ ശിവൻ ദക്ഷന് ഒരു ആടിൻ്റെ തല നൽകി ജീവിപ്പിച്ചു. യാഗ പൂർത്തിയാക്കാനും അനുഗ്രഹിച്ചു. ഈ ദക്ഷയോഗം നടന്ന പുണ്യഭൂമിയാണെന്നാണ് കൊട്ടിയൂർ എന്ന് വിശ്വാസം. വർഷത്തിൽ ഒരേയൊരു മാസമാണ് ഇവിടെ ഉത്സവം നടക്കുന്നത്. വൈശാഖ മഹോത്സവം. ഇടവപ്പാതിയിലെ ചോതി നക്ഷത്രം മുതൽ മിഥുനത്തിലെ ആയില്യം വരെ 27 ദിവസം തിരുവഞ്ചിര എന്ന് പറഞ്ഞ ചെറിയൊരു അരുവിയിലെ സ്വയംഭൂവായ ശിവലിംഗത്തെയാണ് ഇവിടെ ആരാധന നടക്കുന്നത്. ദക്ഷൻ്റെ താടിയെ അനുസ്മരിപ്പിച്ച് വെളുത്ത ഓടപ്പൂക്കളാണ് ഇവിടുത്തെ പ്രധാന പ്രസാദം. ശിവനും ശക്തിയും ഒരുപോലെ വിളങ്ങുന്ന പ്രകൃതിയുടെ മടിത്തട്ടിലെ ഈ അദ്ഭുത ക്ഷേത്ര ദർശനം ഏതൊരു ഭക്തൻ്റെയും മനസ്സ് നിറയ്ക്കും. കൊട്ടിയൂരിനെ ദക്ഷിണ കാശി എന്നും പറയാറുണ്ട്. ഇവിടുത്തെ അക്കര സന്നിധാനത്ത് സ്ത്രീകൾക്ക് പ്രവേശനത്തിന് കർശനമായ നിയന്ത്രണങ്ങളുണ്ട്. ഉത്സവത്തിലെ ചില പ്രത്യേക ദിവസങ്ങളിൽ മാത്രമേ സ്ത്രീകൾക്കിവിടെ പ്രവേശനമുള്ളൂ. കൊട്ടിയൂരിലെ ഉത്സവക്കാലത്തിവിടെ യാതൊരുവിധ സ്ഥിരമായ കെട്ടിടങ്ങളോ നിർമ്മിക്കാറില്ല എന്നതാണ് ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു വലിയ പ്രത്യേകത. പ്രകൃതിയോട് ഇണങ്ങി ഓലമേലഞ്ഞ താൽക്കാലിക പർണശാലകളാണ് 27 ദിവസത്തെ ഉത്സവ ചടങ്ങുകൾ മുഴുവനും നടക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനിയൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.